സോ എൻ്റെ കൂടെയുള്ളത് അഞ്ജനയാണ്. അഞ്ജന കോഴിക്കോട് പാവങ്ങാട് എന്നുള്ള കുട്ടിയാണ്. ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ 4th ഇയർ BPT പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. നോർമലി നമ്മൾ ഈ കോളേജസിൽ വന്നിട്ട് റിവ്യൂ ചോദിക്കുന്ന സമയത്ത് ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോർമലി കിട്ടാറുള്ള റിവ്യൂ പറയാൻ വരുന്നത് 1st ഇയർ 2nd ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് വേറൊന്നല്ല, ആള് ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. സോ എന്തായാലും ഒരു കോളേജിനെ കുറിച്ച് എന്താണ് അവസാനമായി പറയാൻ പറ്റുന്ന ഒരു വേർഡ്, ഒരു 4th ഇയർ സ്റ്റുഡന്റിന്റെ വേർഡ് തന്നെയാണ്. സോ എങ്ങനെയുണ്ട് അഞ്ജന കോളേജിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല കോളേജാണ്, നല്ല എഡ്യൂക്കേഷൻ. പഠിക്കാനാണെങ്കിൽ ഓക്കെ ആണ്. മീൻസ് എങ്ങനെയാണ് ഞാൻ ഇപ്പൊ ക്ലിനിക്കൽ സൈഡ് ആയാലും അതുപോലെ തന്നെ തിയറി സൈഡ് ആയാലും ബോത്ത് സൈഡ് ഓക്കെ ആണോ, അതോ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമാണ് ഓക്കെ? അല്ല, രണ്ടും കുഴപ്പമില്ല. ഇപ്പൊ ക്ലിനിക്കൽ ആണെങ്കിൽ OPDs ഉണ്ട്, അപ്പൊ പേഷ്യൻസ് വരുമ്പോ നമുക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ ഇനി 6 month ഇതുണ്ടാവും, ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അത് ഈ 4 വർഷം കഴിഞ്ഞാലാണ് 6 month ഇന്റേൺഷിപ്പ്. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല തന്നെയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാ സ്റ്റാഫ്സും. ഓക്കെ. നോർമലി നമ്മള് പിന്നെ ഈ ബാംഗ്ലൂർ സൈഡിലുള്ള കോളേജിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, പഠിപ്പീര് അത്രത്തോളം ഇല്ല, പിന്നെ കുറച്ച് ഫ്രീഡം കൂടുതൽ ഉണ്ടാവും, പഠിപ്പീരുന്ന് അത്ര ഉണ്ടാവത്തില്ല. സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിച്ച് എക്സാം എഴുതണം, അങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇവിടെ പ്രോപ്പർലി പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, പ്രോപ്പർലി നോട്ട്സ് ഒക്കെ നല്ലോണം ഉണ്ട്, PPTs ആയാലും ഒക്കെ നല്ലോണം കിട്ടലുണ്ട്. പിന്നെ ഫ്രീഡത്തിന്റെ ആണെങ്കിൽ വേണ്ടത്ര തരുന്നുണ്ട്, ഓവർ എന്നല്ല, എന്നാലും വേണ്ടത്ര ഉണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഹോസ്റ്റൽ വരുന്ന സെയിം ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ്? ഹോസ്റ്റലർ ആണോ അതോ നോൺ ഹോസ്റ്റലർ ആണോ? അല്ല, ഹോസ്റ്റൽ തന്നെ. സോ കഴിഞ്ഞ 4 വർഷമായിട്ട് ഹോസ്റ്റലാണ്. ഓക്കെ. എങ്ങനെയുണ്ട് അപ്പൊ ഹോസ്റ്റലിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല തന്നെ, പുറത്തേക്ക് പോകണം അങ്ങനെ തോന്നിയിട്ടില്ല, മാനേജബിൾ ആണ്. സോ ഈ 4 വർഷവും ഫുഡ് ഹോസ്റ്റലിൽ നിന്നാണ് കഴിക്കുന്നത്, ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്? ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ. സോ മെസ്സ് അഡ്ജസ്റ്റബിൾ ആണ്, പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പൊ ബാംഗ്ലൂര് കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിയർ ടു നെൽമംഗലയാണ്. പക്ഷെ കോഴിക്കോട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എങ്ങനെ കോമൺലി ബസ്സിലായിരിക്കും വരുന്നല്ലേ? ബസ്സിലാണ് വരുന്നത്, ട്രെയിനിലാണ്? എവിടെ വരുന്നത്? നെൽമംഗലം വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് വരും, എങ്ങനെ വരാറ്? മെട്രോ ഉണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെ, മെട്രോ ഉണ്ട്, മജസ്റ്റിക്കിലേക്ക് മെട്രോ. ഓക്കെ. അവിടുന്ന് പിന്നെ മെട്രോക്ക് വന്നിട്ട് അവിടെ ഇങ്ങോട്ട് പോരും അല്ലേ? സോ പിന്നെ എത്ര പേരുണ്ട് നിങ്ങളുടെ ബാച്ചില്? ഞങ്ങൾ ഒരു അറൗണ്ട് 60 അടുത്തേക്ക്. സോ നിങ്ങളുടെ ബാച്ച് തന്നെ ടോട്ടൽ സീറ്റ്സ് ഫില്ലാണ്? ഫുൾ ഫില്ലാണ്. എങ്ങനെ അതിനകത്ത് മലയാളീസിന്റെ എണ്ണമൊക്കെ എങ്ങനെയുണ്ട്? മലയാളീസ് ബോയ്സ് ആണ് കൂടുതലും ഉള്ളത്, ഞങ്ങള് ഗേൾസ് ഒരു 6 കുട്ടികൾ. 6 വരെ ഉള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ് ആണ്. ഓക്കെ. സോ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? ജസ്റ്റ് ഹൈവേയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പിന്നെ കോളേജ് ഇരിക്കുന്ന ഹൈവേയുടെ അടുത്തായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, റീച്ചബിലിറ്റിയുടെ യാത്രയുടെ പ്രശ്നമൊന്നും വരുന്നെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഓൺ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഈ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഈ സെയിം ബിൽഡിംഗിൽ തന്നെ, നമ്മളിപ്പോ കോളേജിലുള്ള ബിൽഡിംഗിൽ തന്നെ OPD ഉണ്ട്. ഇവിടെ OPD ഉണ്ട്. ഫൈൻ. അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നിങ്ങളുടെ 6 monthsന്റെ നിങ്ങളുടെ ഇന്റേൺഷിപ്പിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ബിക്കോസ് നമ്മളൊരു എന്താണ് കറന്റ്ലി എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഭയങ്കര ഡെവലപ്പായി ഇല്ല, നിങ്ങൾ വരുന്നതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ച് ആയി. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു സേഫ്റ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ? സേഫ്റ്റി ഗേൾസിന് ശരിക്കും ബാംഗ്ലൂർ സേഫ്റ്റി അല്ലാന്ന് പറയും, പക്ഷെ ഞങ്ങളെ കോളേജ് ഗേൾസിന് നല്ല സേഫ് ആണ്. വേറൊരു പ്രോബ്ലം ഫുൾ ടൈം വാർഡിന് കാര്യങ്ങളെല്ലാം അങ്ങനത്തെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ലേഡീസ് ഹോസ്റ്റലിൽ ലേഡീസ് വാർഡൻ തന്നെയാണോ? ലേഡീസ് വാർഡൻ തന്നെയാണ്. പിന്നെ ഈ പിള്ളേരൊക്കെ പറയും, 1st ഇയർ പിള്ളേരൊക്കെ പറയുന്നുണ്ട് ഇവിടെ പഠിപ്പിക്കാൻ മലയാളി സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജോയിൻ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല കമ്പനി ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പോയി. ഇപ്പം പുതിയ ഫാക്കൽറ്റീസ് ഇങ്ങനെ വരുന്നുണ്ട്. അല്ല, BPTക്കും ഉണ്ട്. ഇപ്പൊ ഒരു സാറ് പുതിയത് വന്നിട്ടുണ്ട്, കോഴിക്കോട് തന്നെയാണ്. ഫൈനൽ ഇയറിന് ഉണ്ട്, അതോ ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമുള്ള ആള്? അല്ല, ഫൈനൽ ഇയറിന് ഞങ്ങള് കോർഡിനേറ്റർ ലുക്മാൻ സാർ. സോ എങ്ങനെയുണ്ട് ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? ലാസ്റ്റ് 4 years കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തായാലും ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. ഇടന്ന് പോകുന്ന സമയത്ത് എന്തായാലും കോളേജ് മിസ്സാവുമെന്ന് തോന്നുന്നുണ്ടോ? ഹോസ്റ്റൽ ലൈഫ് കുറച്ച് മിസ്സാവും. ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ എപ്പോഴും, അപ്പൊ ആ ഒരു മിസ്സിംഗ് ഉണ്ടാവും. നോർമലി എന്താണ് എല്ലാ സ്റ്റുഡന്റുകളെ മാക്സിമം ഒരു മോർ ദാൻ 60% വിദ്യാർത്ഥികളുടെ ഒരു പിന്നെ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്തുള്ള ഒരു സംഭവം ഇതാണ്. പിന്നെ ഒരു 40% ആൾക്കാർക്ക് കോളേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു താല്പര്യമില്ല. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഒരു വിഷമം തന്നെ.
ഇനിയിപ്പോ ഇവിടെ വന്ന് BPT പഠിക്കാനായിട്ട് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വരാണെങ്കിൽ ആ ഒരു സ്റ്റുഡന്റിന് ഇതൊരു നല്ല കോളേജ് ആണ് എന്ന രീതിയിലാണ് ഒരു ഇവിടെ വന്ന് പഠിച്ചിട്ട് പോവാം എന്ന രീതിയിൽ പറയാൻ തോന്നുമോ, അതോ ഇതൊരു എക്സലന്റ് കോളേജാണ്, ഇവിടെ വന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രാജുവേറ്റ് ആവാൻ കഴിയും, ഇതിൽ ഏതായിരിക്കും പറയാൻ? നന്നായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് പോവാം. നല്ല ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാൻ. നല്ലപോലെ ഉണ്ട്, ക്ലിയർലി പഠിപ്പിക്കുന്നുണ്ട്, ഇതൊന്നുമില്ല. ഈവൻ സീരിയസ് ടെക്സ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെയാണ് നടത്തുന്നത്, എല്ലാം ക്ലിയർ ആയിട്ട് നടത്തുന്നുണ്ട്. സോ മോളെ താങ്ക് യു വെരി മച്ച്. എന്തായാലും എന്താണ് ഇനി ഗ്രാജുവേറ്റ് ആയി നിങ്ങളുടെ ഇത് ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എത്രയും വേഗത്തിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.